ശ്രീമതി CK ആശ. സർ, ഗോത്രവർഗ മേഖലകളിൽ മുൻകാലങ്ങളിൽ അർഹമായ റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിലൂടെ അതിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി കൂടുതൽ വിപുലമായ രീതിയിൽ നടത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. അത് സമയബന്ധിതമായി സംഭരിക്കുന്നതിന് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ അവസരത്തിൽപ്പെടുത്തുന്നു. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഉന്നതികളിൽ താമസിക്കുന്ന മുഴുവൻ ഗോത്രവർഗ വിഭാഗങ്ങൾക്കും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിൻ്റെ നയമാണ്. സർ, വാഹന സൗകര്യത്തിൻ്റെ ലഭ്യത പ്രസ്തുത പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാഹന സൗകര്യം ലഭ്യമാക്കുന്ന പക്ഷം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഉന്നതികളിലേക്ക് സൗകര്യപ്രദമായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി അതുപോലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായും ഇത്തരം വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. സർ.